ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരുപാട് കമ്പനീസ് അഡ്വർടൈസിംഗിൽ പൈസ വേസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്റെ ബിസിനസ് കൂടുതലും ഫേസ്ബുക്കിൽ അഡ്വർടൈസ് ചെയ്താൽ മതി. കാരണം ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്റെ ബിസിനസ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം എന്റെ ഓഡിയൻസ് ഇൻസ്റ്റഗ്രാമിലാണ്. ഓക്കെ, ഓഡിയൻസ് ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു പരിധിവരെ ശരിയായെന്നായിരിക്കും. പക്ഷേ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? കാരണം പ്ലാറ്റ്ഫോംസിലല്ല കാര്യം. ഇപ്പോൾ കുറച്ചു കാലം മുന്നേ ഫേസ്ബുക്ക് ആയിരുന്നു അറ്റൻഷൻ ഗ്രാബിംഗ്. ഇനീഷ്യലി ഒരു 2010 ആ ഒരു കാലഘട്ടങ്ങളിൽ ഫേസ്ബുക്ക് ഭയങ്കര ബൂമിംഗ് ആയിരുന്നു. ആ ടൈമിൽ ഒരുപാട് കമ്പനീസ് ഫേസ്ബുക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന് വേണ്ട റവന്യൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം വന്നു, ആളുകളുടെ അറ്റൻഷൻ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി. ഇൻസ്റ്റഗ്രാമിൽ കുറേ കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടിക്ടോക്ക് വന്നു. നാളെ എന്താ നമുക്കറിയില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു അഡ്വർടൈസിങ് ടീമിനോട് ഇപ്പം സംസാരിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോ ഇല്ലെങ്കിൽ ആ അഡ്വർടൈസിങ് ഏജൻസിയോ പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ഓഡിയൻസ് ആർക്കാണോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ എവിടെയാണ്, എത്ര ടൈം സ്പാൻ ആണ്, ഏത് ടൈമിങ്ങിലാണ്, ഏത് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് എന്നൊക്കെ ഒരു പ്രോപ്പർ റീസേർച്ച് ആദ്യം നിങ്ങൾ അഡ്വർടൈസിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ചെയ്യണം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെനിഫിഷ്യൽ. കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും റിസൾട്ട് നോക്കുമ്പോൾ. അല്ല, നിങ്ങളൊരു അഡ്വർടൈസിങ് ഏജൻസിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലും മതി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബിസിനസ്സുകൾ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് റവന്യൂവും പ്രോഫിറ്റും ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ഇതുകൊണ്ട് വിജയിച്ച് വരുന്ന ബിസിനസ്സുകൾ, ദേ ആർ നോ മോർ ലോയൽ ടു ദ പ്ലാറ്റ്ഫോംസ്, ദേ ആർ ലോയൽ ടു അറ്റൻഷൻ. കാരണം എവിടെ അറ്റൻഷൻ ഉണ്ടോ അവിടെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് പ്ലാറ്റ്ഫോംസിലല്ല. അപ്പോൾ നിങ്ങളൊരു അടിപൊളി ബിസിനസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു അറ്റൻഷൻ ഗ്രാബിങ് കണ്ടന്റോ ഐഡിയോ ഇറക്കിയതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ വൈറലായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെ ആളുകൾ റീച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക. ആ ഒരു സാധനം അവർ ആ ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോമിലല്ലാതെ വേറെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ കൂടെ ചിലപ്പോൾ ആളുകൾ ഒരുപക്ഷെ അത് കണ്ടതിനെ അക്സെപ്റ്റ് ചെയ്തേനെ, അവിടെ ടൈം സ്പെൻഡ് ചെയ്തേനെ. അതുകൊണ്ട് തന്നെ 2026 ആയി, ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ആളുകളുടെ അറ്റൻഷൻ പല പ്ലാറ്റ്ഫോംസിലേക്കായിട്ട് സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അസംഷന്റെ പേരിൽ എൻ്റെ ബിസിനസ് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാതെ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വെറുതെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേര് പറഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നതിന് പകരം അറ്റൻഷൻ മൂവ്സ്. ഓക്കെ, നമ്മൾ അറ്റൻഷൻ ഓരോ ടൈമിൽ ഓരോ പുതിയ ആപ്സും ഓരോ എവല്യൂഷനൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അറ്റൻഷൻ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, പണ്ട് ന്യൂസ് പേപ്പർ ആഡ്സ് ആയിരുന്നു, പിന്നെ അത് റേഡിയോ ആഡ്സായി മാറി, പിന്നെ ടെലിവിഷൻ ആഡ്സായി, പിന്നെ സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ നാളെ ചിലപ്പോൾ വല്ല ഒരു AI ഇൻറ്റഗ്രേറ്റഡ് പുതിയ വല്ല പ്ലാറ്റ്ഫോം വരുമായിരിക്കും. അതും ഫ്യൂച്ചറാണ്, നമുക്കറിയില്ല. അപ്പോൾ ആ അറ്റൻഷൻ മൂവ് ചെയ്യണതനുസരിച്ച് നമ്മൾ നമ്മുടെ കണ്ടന്റും നമ്മുടെ ഐഡിയാസും ഒക്കെ അതിനനുസരിച്ച് മൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇതുകൊണ്ട് മൈ ബിഗ്ഗസ്റ്റ് അഡ്വൈസ് ഫോർ യു ഈസ് ഫോളോ അറ്റൻഷൻ, നോട്ട് ദി പ്ലാറ്റ്ഫോംസ്. പ്ലാറ്റ്ഫോംസുകൾ വിടുക, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് ഏത് പ്ലാറ്റ്ഫോംസിലാണോ അറ്റൻഷൻ കൂടുതൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ നോക്കുക. അല്ലാതെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുമായിട്ട് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഇറ്റ് വുഡൻറ്റ് റീച്ച് എനിവെയർ. ഞാൻ ഈ ചാനലധികം സംസാരിക്കുക ബിസിനസ്, ടെക്നോളജി, ഫിനാൻസ്, അഡ്വർടൈസിംഗ്, ബ്രാൻഡിങ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ യൂസ്ഫുൾ, ഹെൽപ്ഫുൾ കോണ്ടന്റ്സ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി ലുക്ക് ഇറ്റ് ആൻഡ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്.